എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഒരു കാരണവശാലും ശക്തിപ്പെടാൻ പാടില്ലാത്ത വർഗീയതയുമായി സന്ധി ചെയ്യുക വഴി UDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. ആപത്കരമായ രാഷ്ട്രീയ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം. എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളും തുല്യവീക്ഷണമുള്ള, അവരോട് തുല്യവീക്ഷണം പുലർത്തുന്ന ഭരണ സംവിധാനമുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവര് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക, അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാകുമോ, പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഹ്രസ്വദൃഷ്ടികളുടെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ. ആ പാർട്ടി കോൺഗ്രസ് അങ്ങനെയായി, അതിന്റെ നേതൃത്വം അങ്ങനെയായി. അപ്പൊ അത് വളരെ ആപൽക്കരമാണ്. കോൺഗ്രസിന്റെ കൂടെ കൂടി ലീഗ് അതിനെ കുറെ കൂടി ഒന്ന് വിപുലീകരിച്ചിരിക്കുക. ലീഗ് ഒരു കാലത്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ നടത്തിയ ആൾക്കാരാണ്. ഈ പ്രസ് ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു ഇവിടുത്തെ ചന്ദ്രികയുടെ ലേഖൻ CP സൈദ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സംശയം എനിക്ക്. പ്രസിഡന്റോ സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്നതാണ് ഈ പ്രസ് ക്ലബിന്റെ. അദ്ദേഹം മഹനീയമായ നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. ഏറ്റവും നല്ല പുസ്തകം എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ കേരളത്തിലെ മലയാള പുസ്തകങ്ങൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് ലഭ്യമാകുന്ന മികച്ച പുസ്തകങ്ങളുടെ അദ്ദേഹം രചിച്ചതാണ്, രചയിതാവാണ് അദ്ദേഹം. ആ നിലപാടിന്റെ എവിടെയെങ്കിലും അടുത്തിപ്പോ ലീഗ് നിൽക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണിപ്പോ കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗിനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോ ലീഗ് എവിടെയാ? UDFിലാണ്. കോൺഗ്രസിന്റെ കൂടെ ആരാ? വെൽഫെയർ പാർട്ടിയാണ്. കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സമന്വയം രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി എടുത്തു വെച്ചിരിക്കുന്നു. ഇത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ? ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഈ നിലപാടിനെ അംഗീകരിക്കില്ല. കേരളീയ സമൂഹം തന്നെ ഈ നിലപാടിനെ അംഗീകരിക്കില്ല. മത ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കും. ആ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ നിലയിലാണ് ഇത് പ്രാധാന്യം അർഹിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ, വിശേഷിച്ച് സാധാരണക്കാരന്റെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ LDFനെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയും സംസ്ഥാന അധികാരം പിടിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം പിടിക്കുക എന്ന കാര്യത്തിൽ എളുപ്പവഴിയും അന്വേഷിച്ച് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആപൽക്കരമായ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്തിയതിന് ജനങ്ങൾ UDFനെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമുക്കില്ല. ആ നിലയിലെ കനത്ത പരാജയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സംഘടനാപരമായും വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം കഴിയുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ആ റബൽ ശല്യത്തിന്റെ ആഴം ഉണ്ടാകും എന്നുള്ളത്. സാധാരണ ആ റബൽ ശല്യങ്ങളെ പരിഹരിക്കുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ആ രീതി കൊണ്ടൊന്നും ഇക്കുറി തീരൂല. വലിയ തരത്തിൽ റബൽ ശല്യങ്ങള് അല്ലെങ്കിൽ കൃത്യമായ ഒരു യോജിപ്പിലൂടെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം UDFന് സംസ്ഥാന വ്യാപകമായിട്ട് ഓരോ UDF ഘടകകക്ഷികൾക്കകത്തും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും.